ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നൊരു അവധി ദിവസമാണ്. ആക്ച്വലി ഇന്നലെയും ഇന്നും ഒക്കെ ഇന്ന് അവധിയാണ്, ഇവിടെ ഓഫീസിൽ പോകേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളെയിൽ നിങ്ങളെയൊക്കെ ഒരു കണ്ടിട്ട്, നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇത് ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നല്ല വിശപ്പിൻ്റെ വിളിയുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. ഭക്ഷണമൊക്കെ അമ്മ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇതൊന്ന് വിരിച്ച് വൃത്തിയിലിട്ടാൽ തന്നെ ബെഡ്റൂം പകുതി വൃത്തിയായി. അപ്പോൾ സാധാരണ താര ഉറങ്ങുകയാണെങ്കിൽ താര എഴുന്നേറ്റിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ താര നേരത്തെ എഴുന്നേറ്റ കാരണം പിന്നെ കൈയോടുകൂടി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. വെച്ചിട്ടാ ഇവിടെ ഇപ്പോൾ പുറത്തൊക്കെ നല്ല ചൂടാട്ടോ. ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് ബാൽക്കണിയിലൊന്നും നിൽക്കാൻ പറ്റില്ല. ഇന്ന് പിന്നെ ഒരു അവധി ദിവസം ആയതുകൊണ്ട് റോഡുകളിലൊന്നും ആരും ഇല്ല കേട്ടോ. എല്ലാവരും വീട്ടിൽ റെസ്റ്റ് എടുക്കുക. അതായത് അപ്പുറത്തെ ഫ്ലാറ്റിലെ സ്വിമ്മിംഗ് പൂൾ, അവിടെ കുറേ ഇങ്ങനെ പ്രാവുകളൊക്കെ ഇരുന്ന് കുളിക്കുന്നുണ്ട്. നല്ല ചൂടല്ലേ, എല്ലാവരും കുളിക്കുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും കടലയായിരുന്നു. നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി താരയ്ക്ക് കുറുക്കുണ്ടാക്കണം. താരയ്ക്ക് ഈ സമയത്ത് നമ്മൾ കുറുക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുറുക്കുണ്ടാക്കണം. പിന്നെ നച്ചു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ നച്ചുവിനെ എഴുന്നേൽപ്പിക്കണം, പല്ല് കഴിപ്പിക്കണം, ഭക്ഷണം കഴിപ്പിക്കണം. ഇതാവുമ്പോഴേക്കും ഉച്ചയാവട്ടെ. അതൊരു വലിയ കടമയാണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഇന്ന് പുറത്ത് പോയി എന്തെങ്കിലും വാങ്ങണം, ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങണം. അപ്പോൾ കുറുക്ക് ഉണ്ടാക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് താരയ്ക്കുള്ള കുറുക്ക് പ്രിപ്പയർ ചെയ്യാം. ദർശ എങ്ങോട്ടാ? എങ്ങോട്ടാ? വീട്ടിൽ പോനാ? വെയിറ്റ് നോക്കണോ? ഓക്കെ, വെയിറ്റ് നോക്കാം. കയറിക്ക് മുള് കയറിക്ക്. ശരിക്കുന്നോ? ശരിക്കുന്നോ? എത്ര നോക്കട്ടെ? ഓ 12.9. എത്രയുണ്ട്? 2. ആ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതാ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഒരു അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വെസ്റ്റ് സോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങണം. പിന്നെ ഇന്നിവിടെ ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ ആകുമ്പോൾ ഫ്രൈഡേ 12 ആകുമ്പോഴേക്കും കടകളൊക്കെ ക്ലോസ് ചെയ്യും പ്രാർത്ഥിക്കാൻ പോകാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് വേഗം പോയി സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് കാണാം. ആയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ അവിടെ വെച്ച് കാണാം. നച്ചു എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തത് അവിടെ പുട്ടും പഞ്ചസാരയും കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇത്ര മടിയാണ്. കുറേ നേരം എടുത്താലേ ആൾ കഴിക്കുള്ളൂ. ഇന്നിപ്പോൾ എന്തോ ഞാൻ ക്യാമറയ്ക്ക് എടുത്തുകൊണ്ട് വേഗം വേഗം വാരി വാരി കഴിക്കുന്നുണ്ട്. താര കാണിച്ചില്ല.
എന്താ ഞങ്ങളപ്പോൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. മക്കളെ കൊണ്ടുപോകുന്നില്ല, കാരണം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാറില്ല. ഈ കൊറോണയുടെ ഇഷ്യൂസൊക്കെ ഇപ്പോഴും ഉള്ളത് കൊണ്ടേ. പിന്നെ ഇവരും പിന്നെ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു വെസ്റ്റ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റാണ്. ആക്ച്വലി അത് ഫിലിപ്പൈൻസ് ആണ് കൂടുതലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ന്യൂഡിൽസ് ഉണ്ടാവും. നമ്മൾ സാധാരണ എന്താ മാഗിയോ ഇപ്പിയൊക്കെയല്ലേ കഴിക്കാറ്. ഇവിടെ വേറെ രീതിയിലുള്ള പല ടൈപ്സിലുള്ള ന്യൂഡിൽസ് അവൈലബിൾ ആട്ടോ. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഇഷ്ടമാവും, ചിലതൊക്കെ അവരെന്തോ ഓയിലൊക്കെ ചേർത്ത് നമുക്ക് അതിൻ്റെ മണമേ പിടിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഈ വെസ്റ്റ് സോണിൽ പോകുമ്പോൾ നമ്മൾ 1-2 വെറൈറ്റീസ് ഓഫ് ന്യൂഡിൽസ് വാങ്ങാറുണ്ട്. ഇത് നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാറിലെത്തിയിട്ട് നല്ല ചൂടായതുകൊണ്ട് ഐസ്ക്രീം കഴിച്ച് തണുപ്പിക്കാമെന്ന് കരുതി. ഇനി ഇത് തൊണ്ടവേദന എടുക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മുടെ മാഗ്നത്തിൻ്റെ ഐസ്ക്രീമാണ്, വൺ ഓഫ് മൈ ഫേവററ്റ് ഐസ്ക്രീം കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഒരു കണക്കിന് നമ്മുടെ വീടിൻ്റെ ലിഫ്റ്റ് എത്തി. ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറയും കേട്ടോ. അത്രയ്ക്ക് ചൂടാണ്. പുറത്ത് പോയി വന്നുകൊണ്ട് നേരെ കുളിക്കാൻ കയറാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അവധി ദിവസം ആയതുകൊണ്ട് തലയിൽ എണ്ണയൊക്കെ ഇട്ട് ഒരു ഫേസ് പാക്ക് ഇട്ട് ഒന്ന് സെൽഫ് പാമ്പറിങ് ഒക്കെ ചെയ്തിട്ട് കുളിക്കാൻ നേരിച്ച്. അപ്പം ഞാൻ എന്താ തലയിൽ എണ്ണ ഇടാൻ പോവാണ്. എണ്ണ ഇടും, പിന്നെ അതുപോലെ തന്നെ ഒരു ഫേസ് പാക്ക് ഞാൻ ഇടുന്നുണ്ട്. ഓഫീസുള്ള ദിവസങ്ങൾ ചിലപ്പോൾ എല്ലാ ദിവസവും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവധി ദിവസങ്ങൾ നമ്മൾ അതിനൊക്കെ പകരം വീട്ടി നമ്മളൊരു സെൽഫ് പാമ്പറിങ് ചെയ്യും. അപ്പോൾ സെൽഫ് പാമ്പറിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഹലോ, നമ്മളപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ അതാ താരയ്ക്ക് ഉറക്കത്തിൻ്റെ ഒരു ഇവിടെ തരാ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ആളെ ഇങ്ങനെ ഉറക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അമ്മ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പോൾ നല്ല മണം. അപ്പോൾ താരയുടെ ഉറക്കലാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി. പിന്നെ ഹായ് പന്നി ദേഷ്യം എന്താ ദേഷ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ കഴിഞ്ഞു കേട്ടോ. താരയുടെ വാശി കാരണം എങ്ങനെയൊക്കെയോ ആണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം താര ഒരു ഉറങ്ങി വരുന്നുണ്ട്. എല്ലാവർക്കും ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ സ്റ്റാർ മാജിക് കാണും. സ്റ്റാർ മാജിക്കിൻ്റെ വലിയ ഫാൻസ് ആട്ടോ നമ്മൾ. താര ഉറങ്ങി, എല്ലാവരും ഉറങ്ങി, അമ്മ ഉറങ്ങി, ഏട്ടനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഇവിടെ. അതാരാ തർശ? അതാരത്? അമ്മയാണത്? അയ്യോ പോയില്ലോ. അതാരത്? അച്ഛനാ? ഈവനിങ് ആയപ്പോൾ ഞാൻ കരുതി എൻ്റെ പിരികെ ഒന്ന് ത്രെഡ് ചെയ്യണമെന്ന്. കാരണം ഏകദേശം 1 വർഷത്തോളം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്ത് എൻ്റെ പിരികെ 2 ഷേപ്പായിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കണം എന്ന് വെച്ചാൽ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അയ്യോ താരയുടെ പേരെന്താ? ഹൗ ഓൾഡ് ആർ യു? എത്ര? ഹൗ ഓൾഡ് ആർ യു? നോക്ക്, അമ്മയെ നോക്കി പറ. ഹൗ ഓൾഡ് ആർ യു? ആ പാട്ടൊന്ന് പഠിത്തരോ? ജോണി ജോൺ. ഓപ്പൺ യുവർ മൗത്ത്. No papa,
Telling lies? No, Papa. Open your mouth. Twinkle, twinkle പാടിത്തരോ? ജോണി ജോണിലെ ട്വിങ്കിൾ ട്വിങ്കിൾ വേണേ. ട്വിങ്കിൾ ട്വിങ്കിൾ. അവ പതുക്കെ 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 വീഴരുത്. തുറക്കട്ടെ അമ്മ? പൊക്കോ പൊക്കോ. എന്താ അത്? എന്താ അത് ദാശ? ലൈറ്റ് ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വലിയ ബഹളങ്ങളൊക്കെ ആയിട്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.